പ്രഗ്നൻസിയിൽ ക്രേവിങ്സ് വരിക എന്നുള്ളത് ഒരു അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല അല്ലേ. ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് വരുന്നത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല, കാരണം എനിക്ക് ഫുഡിനോട് എന്നും ക്രേസ് തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഇനീഷ്യലി തന്നെ ഏട്ടനോട് പറഞ്ഞിരുന്നു 3 ആഗ്രഹങ്ങളാണ്. ഒന്ന് ഷെഫ് പിള്ളേർ പോയി ഫുഡ് കഴിക്കണം, പാഴ്സലൊന്നും വാങ്ങിക്കരുത്, അവിടെ പോയിരുന്ന് ആസ്വദിച്ച് കഴിക്കണം. അതേപോലെ നെഹദി മന്തി കഴിക്കണം, പിന്നെ കപ്പച്ചക്ക കാന്താരി, അങ്ങനെ ഒരു 3 റെസ്റ്റോറൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് ലാസ്റ്റ് ഡേയ്സിലാണ് കേട്ടോ പോയതൊക്കെ. ഒരുപാട് സമയമെടുത്തു. ഞങ്ങൾ മറ്റേ ഷെഫ് പിള്ളയിലാണ് പോയത്. ഒന്ന് ഫിനിക്സ് മാളിൽ പോയിട്ട് ഷെഫ് പിള്ളയിൽ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയുള്ള ദിവസമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് പോയത്. 1 മണിക്കൂർ 2 മണിക്കൂർ ട്രാഫിക്കിലൊക്കെ നിന്ന് ഞാൻ ഷെഫ് പിള്ളയിൽ പോയിരിക്കുകയാണ്. ഞാനിതിൻ്റെ ഷെഫ് പിള്ളയുടെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. എങ്കിലും 3 റെസ്റ്റോറൻറ്റ്സിൽ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഷെഫ് പിള്ള എനിക്ക് ഇഷ്ടമാണ്. ഞാൻ 2 പ്രാവശ്യം പോയപ്പോഴും നല്ലൊരു ഫുഡ് ആണ് അവർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഗീ റൈസും അപ്പവും പിന്നെ ഉള്ളിത്തീയലും പിന്നെന്തായിരുന്നു ഫിഷ് നിർവാണിയും, നെയ്മീനിൻ്റെ ഫിഷ് നിർവാണിയും. മീൻ കഴിക്കാത്ത എൻ്റെ മോൻ പോലും ആ ഫിഷ് കഴിച്ചു എന്നുള്ളതാണ് വലിയൊരു അപ്പം അവന് കഴിക്കാറുണ്ടായിരുന്നില്ല, കഴിച്ചു. ഒരേ ഒരു ബാഡ് റിവ്യൂ പറയാനുള്ളത് അവരുടെ സർവീസ് വന്നിട്ട്, അതായത് ഇപ്പോൾ സപ്ലയർമാരോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ കുറച്ച് ഭയങ്കര തിരക്കുള്ള പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. ഞങ്ങൾ വെള്ളം ചോദിച്ചിട്ട് കൊണ്ടുതരാനും കുറച്ച് ഡിലേ ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഫുഡൊക്കെ പറയാനില്ല, ചാൻസ്ലെസ് തന്നെയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ബീഫൊക്കെ ആയാലും ശരി, ഗീ റൈസ് ആയാലും ശരി, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളത് കണ്ടോ. അവൻ അപ്പം കഴിക്കുന്നത് കണ്ടോ, നല്ലൊരു സ്മൂത്തായിട്ട്. ഞാനതൊരു സ്മോൾ വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത്. എനിക്കെന്നും ഷെഫ് പിള്ള ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ അച്ഛനും ആദ്യമായിട്ടാണ് വരുന്നത്. ഫിഷ് നിർവാണയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് അച്ഛൻ്റെ അഭിപ്രായവും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രാത്രിയാണ് ബുക്ക് ചെയ്തത്. ഇത് വയറൊക്കെ നിറഞ്ഞു എന്ന് പറയുകയാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു 3rd ടൈമാണ് ഞാൻ ഷെഫ് പിള്ളയിലേക്ക് വരുന്നത്. ഇനി എപ്പോൾ വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ലല്ലോ. കുഞ്ഞൊക്കെ ഉണ്ടായതിന് ശേഷം, ഒരുപാട് കാലത്തിന് ശേഷം വരിക. അപ്പോൾ താങ്ക് യു സർ, എൻ്റെ ഒരു ക്രേവിങ്സ് ഇതാക്കി തന്നതിന്. അപ്പോൾ ഞങ്ങൾ മഴയത്ത് വെയിറ്റ് ചെയ്യാണ്. വാലെ പാർക്കിംഗ് എല്ലാം അവിടെ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 1 or 2 വീക്സ് കഴിഞ്ഞിട്ട് മടിവാളിലെ നെഹദി മന്തിയിൽ, ഞാനതൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നെഹദി മന്തിയിൽ വന്നു കേട്ടോ. ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് മന്തി കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട മന്തി ഇതവിടെയാണ് കേട്ടോ. കാരണം ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് മന്തീസ് സംസമെന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മന്തി കഴിച്ചതുകൊണ്ട് മന്തിയുടെ എനിക്കൊരു ഫ്ലേവർ തോന്നിയിട്ടുള്ളത് ഇതാണ് പെർഫെക്റ്റായിട്ട്. ഹൈദരാബാദി മന്തിയും അതും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പക്ഷേ ഇത് അത്രയും നല്ലൊരു മന്തി തന്നെ. ഞങ്ങളൊരു ഫുൾ മന്തിയാണ് വാങ്ങിയത്, നോർമൽ തന്നെയാണ് വാങ്ങിയത് കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആയത്. ഇവനും നന്നായി കഴിച്ചു. പിന്നെ അവിടുത്തെ എനിക്ക് മെയിൻ കഴിക്കാനുണ്ടായിരുന്ന കുനാഫയാണ്. ഞാൻ ദുബായിൽ നിന്ന് വന്ന ശേഷം ഇപ്പോഴാണ് കുനാഫ കഴിക്കുന്നത് കേട്ടോ. അത്രയും പെർഫെക്റ്റ് ടേസ്റ്റ്, മാച്ച് ആവുന്ന ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഡിഷസ് ഒന്നും ഓർഡർ ചെയ്തില്ല. പിന്നെ ജ്യൂസ് ഓർഡർ ചെയ്തത് എന്തായിരുന്നു, സപ്പോട്ടയുടെ ജ്യൂസായിരുന്നു. സപ്പോട്ട ആയിരുന്നില്ല, ജ്യൂസ് ഓർഡർ ചെയ്യുന്നത്. തണുപ്പുണ്ടായിരുന്നു. ഇന്ന് നല്ല ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ചായിട്ടാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നത് മറ്റേ ഒരു കാപ്പി, കട്ടൻ ചായ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ ഡെലിവറി ആവുന്നതിന് 1 വീക്ക് മുമ്പാണ് കപ്പാച്ചക്ക കാന്തരിയിൽ പോയത്. കോറമംഗലയിലാണ് അതുള്ളത്. ഏറ്റവും വേസ്റ്റായിട്ടുള്ള തോന്നിയത് ഇതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് റേറ്റിംഗ് കൊടുക്കുന്നത് എനിക്ക് ഷെഫ് പിള്ളയ്ക്ക് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ റേറ്റിൻ്റെ വൈസ് എല്ലാവരും ഒരേപോലെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈവൻ ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എനിക്ക് ബെസ്റ്റായി തോന്നിയത് ഷെഫ് പിള്ളയാണ്. പിന്നെ നെഹദി മന്തിയൊക്കെ ഒരു മന്തിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ 4 പേര് നല്ല സൂപ്പറായി കഴിക്കാം. ഇവിടെ ഞങ്ങൾ ഇവരുടെ സിഗ്നേച്ചർ ഡിഷസൊക്കെ വാങ്ങിച്ചു. കണ്ണ് തള്ളിയ ബില്ലാണ് വന്നത്. 4000 റുപ്പീസ് വന്നു. അത്യാവശ്യം ഒരുപാട് ഐറ്റംസ് വാങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ നത്തലി വറുത്തതും ബീഫ് ഫ്രൈയും ചിക്കൻ പൊരിച്ചതും പിന്നെ അവരുടെ പാൽക്കപ്പ ക്വാണ്ടിറ്റിയൊക്കെ വളരെ കുറവാണ്. പിന്നെ മീൽസ്, ഈ ചോറിന് 140 രൂപ, വെറും ചോറും ഒരു പപ്പടം പൊള്ളിച്ചതിന് 140 രൂപയാണ്. അത്ര കുറച്ച് കൂടിപ്പോയില്ലേ എന്ന് തോന്നി. എന്നാലും ആഗ്രഹത്തിന് മീൽസൊക്കെ കഴിച്ചു. പാൽക്കപ്പയിൽ വെറും 2 കപ്പ കഷ്ണവും കുറച്ച് ഇതും അതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞണ്ട് ഓർഡർ ചെയ്തു. ഞണ്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. ഫൈനലി ഞങ്ങൾ അവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷായ പുഡിങ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓക്കെ ആണ്.
പക്ഷേ ഫുഡ് ഇപ്പോൾ ഇത്രയും റേറ്റ് വാങ്ങിക്കണമെങ്കിൽ കുറച്ച് ക്വാളിറ്റി ഓക്കെ, ക്വാണ്ടിറ്റിയും കൂടെ വേണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ച 3 റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് ഞാൻ ഫുഡ് കഴിച്ചിരുന്നു. നിങ്ങൾ പോയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഏതാണ്, നിങ്ങൾക്ക് ഇഷ്ടത് ഈ 3 ഏതാണെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ പ്രഗ്നൻസിയൊക്കെ കഴിഞ്ഞ് എൻ്റെ മദർഹുഡ് എൻജോയ് ചെയ്യുമായിരിക്കും, ബിസി ആയിരിക്കും. അപ്പം ബൈ.